വർഷങ്ങളായി ചിറ്റടി മേഖലയിൽ വെള്ളപ്പൊക്കത്തിനും വ്യാപക നാശനഷ്ടങ്ങൾക്കും കാരണമായിരുന്ന ചിറ്റടിത്തോട്ടിലെ ചെക്ക് ഡാം ഒടുവിൽ പൊളിച്ചു നീക്കുവാൻ ആരംഭിച്ചു. കാലവർഷം ആരംഭിക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഡാം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. മുണ്ടമറ്റം കുടിവെള്ള പദ്ധതിയുടെ ജലസ്രോതസ് ലക്ഷ്യമിട്ട് 2015 ചിറ്റടിത്തോട്ടിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് ചെക്ക് ഡാം നിർമ്മിച്ചത്. എന്നാൽ വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളം സംഭരിച്ചു നിർത്തുവാൻ ഈ ചെക്ക് ഡാമിന് സാധിച്ചില്ല. അതിനാൽ തന്നെ കുടിവെള്ള പദ്ധതിക്ക് ഈ ചെക്ക് ഡാം കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത അവസ്ഥയുമായി. അതേസമയം തുടർന്ന് വന്ന ഓരോ കാലവർഷത്തിലും ഈ ഡാം പ്രദേശവാസികൾക്ക് വലിയ ദുരിതമായി മാറി. തോടിന്റെ തീരത്ത് കിലോമീറ്ററോളം ദൂരത്തിൽ വീടുകളിലും കിണറുകളിലും വെള്ളം കയറുന്നത് പതിവായി. മഴക്കാലത്തിന്റെ പകുതി കഴിയുമ്പോഴേക്കും വ്യാപകമായ കൃഷിനാശവും ലക്ഷങ്ങളുടെ വീട്ടുപകരണങ്ങളുമാണ് പ്രദേശവാസികൾക്ക് ഓരോ വർഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. നിയമപരമായി ഒട്ടനവധി പ്രതിസന്ധികൾ മറികടന്നാണ് ഇപ്പോൾ ഡാം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറിഗേഷൻ വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ അനുമതിയും ഇതിനായി വലിയ തുക ഫണ്ടും ആവശ്യമായിരുന്നു. നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ ജില്ലാ കളക്ടറും ഇറിഗേഷൻ വകുപ്പും ഡാം പൊളിച്ചു നീക്കുവാൻ അനുമതി നൽകിയിരുന്നു. തുടർന്ന് പാറത്തോട് പഞ്ചായത്ത് ഇതിനായി പ്രത്യേക ഫണ്ടും അനുവദിച്ചു. ജനങ്ങൾക്ക് വലിയ ദുരിതമായി മാറിയ ചെക്ക് ഡാം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും തദ്ദേശവാസികളുടെ വർഷങ്ങളായുള്ള ആശങ്കയ്ക്ക് ഇതോടെ പരിഹാരമായതായും പാറത്തോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയസ് കൊക്കാട് അറിയിച്ചു. ചിറ്റടി മുണ്ടമറ്റം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ചിറ്റടി തോട്ടിൽ 2015 ഒരു ചെക്ക് ഡാം നിർമ്മിച്ചിരുന്നു. എന്നാൽ ആ ചെക്ക് ഡാമിൻ്റെ പ്രവർത്തനം വേനൽക്കാലമായാൽ പ്രയോജനപ്രദമല്ലാതെ വരികയും വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് ആ ചെക്ക് ഡാം കൊണ്ട് കഴിയാതെ വരികയും ചെയ്തു. അപ്പോൾ അന്ന് മുതൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് വർഷകാലത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ സമീപ വീടുകളിലും കിണറുകളിലും ഒക്കെ വെള്ളം കയറി വലിയ ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ടായി, നാട്ടുകാർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കറിയാം, അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപയോളം ഉപയോഗിച്ച് നിർമ്മിച്ച ചെക്ക് ഡാം അത് പൊളിച്ചു നീക്കുക എന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ ഒത്തിരി സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഗ്രാമസഭയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഒക്കെ തീരുമാനം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ നൽകിയാണ് അതിൻ്റെ ഈ ചെക്ക് ഡാം പൊളിച്ചു നീക്കുന്നതിനുള്ള അനുമതി നമുക്ക് ലഭിച്ചത്. അതിന് കുറേ സമയമെടുത്തു. എങ്കിലും ഏറെ നാളത്തെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ ആ ബുദ്ധിമുട്ട് ഇന്നിവിടെ പരിഹരിക്കപ്പെടുകയാണ്. അതിനാവശ്യമായ ഫണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ അനുവദിക്കുകയും ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് ഗുണകരമല്ലാത്ത ഈ ചെക്ക് ഡാം ഇന്ന് പൊളിച്ചു നീക്കപ്പെടുമ്പോൾ ഒത്തിരി ചാരിതാർത്ഥ്യമുണ്ട്. നാട്ടുകാരുടെ ആ വലിയ പ്രശ്നം, മഴക്കാലമാകുമ്പോൾ അവിടെ കിണറുകളിൽ വെള്ളം മോശമാവുകയും കൃഷിക്കും മറ്റു വീടിനൊക്കെ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. ആ ബുദ്ധിമുട്ടൊക്കെ ഇന്ന് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ കൂട്ടിക്കലുള്ള അഷറഫാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും കിണറുകളിലും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കൂടി കഴിഞ്ഞു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചു തന്ന പാറത്തോട് പഞ്ചായത്ത് ഭരണസമിതിക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കോൺട്രാക്ടർക്കും എല്ലാം, പ്രത്യേകിച്ച് ഈ വാർഡിലെ മെമ്പർ എന്ന നിലയിലും ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രത്യേകം നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നാട്ടുകാരുടെ ആ ഒരു വലിയ ആവശ്യം ഇന്ന് ഇവിടെ നിറവേറ്റപ്പെടുകയാണ്. കാലവർഷം കനക്കുന്നതിന് മുമ്പ് തന്നെ ഡാം പൂർണ്ണമായും നീക്കം ചെയ്യുവാൻ സാധിക്കുന്നത് തോട്ടിൽ വെള്ളമൊഴുക്ക് സുഗമമാക്കും. ഈ വർഷം മുതൽ തങ്ങളുടെ വീടിൽ വെള്ളം കയറില്ലല്ലോ എന്ന വലിയ പ്രതീക്ഷയിലും ആശ്വാസത്തിലുമാണ് ചിറ്റടിത്തോടിന്റെ തീരദേശവാസികൾ.